ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇരുത്തി ഇങ്ങനെ എന്റെ വണ്ടി തള്ളാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മാത്രല്ല, ഒരാളും കൂടെ ഉണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് പഠിച്ചാൽ പ്രസിഡന്റ് ആവുന്ന കൂട്ടത്തിലാണെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം കുറച്ച് കുറ്റം പറയും, പിന്നെ കുറച്ച് നല്ലത് പറയും, പിന്നെ അടിപൊളി മോളാന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് മൈൻഡ് ചെയ്യും. അത് അത്രേ ഉള്ളൂ പരിപാടി. പറഞ്ഞുതരാൻ പറ്റും. ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളത് കൊണ്ട് നമുക്കപ്പോൾ തോന്നി ഇങ്ങനെ ഒരു അയച്ചു നോക്കാം എന്നുള്ള ഇതില് പേപ്പറിൽ കണ്ടിട്ട് നോക്കിയിട്ട് അയച്ചതാണ്. അപ്പോൾ എല്ലാവരും നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഷൂട്ടിനെ കൂടുതൽ അച്ഛൻ വരും. പിന്നെ ഞങ്ങൾ ഒരു സിനിമയിൽ എന്റെ അനിയനും കൂടെ ഒക്കെ അഭിനയിച്ചപ്പോൾ ഞങ്ങൾ 4 പേരും ലൊക്കേഷനിലായിരുന്നു. ഞങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞ സിനിമയില് നല്ല ചെറുപ്പത്തിലേ തൊട്ട് പക്വത ഉള്ളതുകൊണ്ട് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പക്വത ഉള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട്. സിനിമ വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്കായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താണ്ടിരുന്നത്. എന്തുകൊണ്ട് തുടങ്ങി? ഹായ് ഹലോ കോമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മമ്മി ആൻഡ് മീ. ഇന്ന് എന്നെ ജോയിൻ ചെയ്യുന്ന ഗസ്റ്റ് ആരൊക്കെയാണെന്നല്ലേ? ജയശ്രീ ആൻഡ് സ്വപ്നാമ, ദ മമ്മി ആൻഡ് മീ. അതാണ് കേട്ടോ നമ്മളുടെ പ്രോഗ്രാം. അപ്പം നമ്മളുടെ സെലിബ്രിറ്റീസ് വിത്ത് ദെയർ മമ്മീസ്. അപ്പോൾ ഈ മമ്മീസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു ഇന്റർവ്യൂ. അതിന്റെ ടെൻഷൻ സ്വപ്നാമയ്ക്ക് നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം കുറച്ച് കുറ്റം പറയും, പിന്നെ കുറച്ച് നല്ലത് പറയും, പിന്നെ അടിപൊളി മോളാന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് മൈൻഡ് ചെയ്യും. അത് അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ എനിക്കറിയാം വീട്ടിൽ എന്തായാലും കുറച്ച് ട്രെയിനിങ് വന്നിട്ടായിരിക്കും അമ്മ ഇതൊന്നും പറയരുത്, ഇല്ലെങ്കിൽ ഇത് പക്ഷെ സൈലന്റ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോർമലി കൂട്ടത്തിൽ ഞങ്ങൾ 4 പേരിൽ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ സൗണ്ടും ബഹളും. ആരാണ് ഏറ്റവും വയലന്റ് വീട്ടില്? ഐ മീൻ സൗണ്ട് വൈസ് ഞാനും അച്ഛനും ഭയങ്കര സംസാരമാണ്. എപ്പോഴും പറയണം ഒന്ന് പതുക്കെ സംസാരിക്കുമെന്ന് പറയുന്ന ഒരാളാണ്. ഇന്ന് എങ്ങനെയാവും നോക്കാം, ഇന്ന് സെറ്റ് ആകാം. അപ്പം മീൻസ് ജയശ്രീയെ കുറിച്ച് എല്ലാവർക്കും കുറേ കാര്യങ്ങൾ അറിയാം. ജയശ്രീയുടെ മൂവീസിനെ കുറിച്ച് അറിയാം, എവിടെയാണ് എന്താണ്, ഭയങ്കര പഠിപ്പിയാണ്, ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നമുക്ക് അറിയേണ്ടത് അമ്മയെക്കുറിച്ചാണ്. അപ്പം അമ്മയുടെ ഒരു എന്താ പറയുക അപ്ബ്രിങ്ങിങ് എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വളരെ താല്പര്യമുണ്ട്. അമ്മ തന്നെ പറയും. അല്ല, എന്റെ അടുത്ത് പറഞ്ഞ് ചെറുതായിട്ട് ബാക്കി കൂടുതലും ഞാൻ പറഞ്ഞ പിന്നെ കുറച്ച് സംസാരിച്ചാൽ അത് എല്ലാം സെറ്റ് ആക്കാം നമുക്ക്. എവിടുത്തെ കാര്യമാണമ്മ? ഞാൻ തൃശ്ശൂര് ഊരകം കടലാശ്ശേരിയാണ് എന്റെ വീട്. തൃശ്ശൂരാണ് ഈ സൗണ്ടിൽ ഇത്ര കുറവ്. തൃശ്ശൂരാര് മറ്റേ ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എക്കോ ചെയ്ത് വരണം. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇനി പ്രശ്നം തൃശ്ശൂർ ഇന്റർവ്യൂ ഇങ്ങനെ പറയണ പോലെ ഇരിക്കും. ഫ്രീ ആയിട്ട് പറഞ്ഞു. കടലാശ്ശേരിയാണ് വീട്. കല്യാണം കഴിച്ചത് തൃശ്ശൂർക്കാണ്. ഞങ്ങൾ വീട് തൃശ്ശൂർക്കാണ് വന്നത്. ഓക്കെ. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചാൽ വീട്ടിലെ അമ്മ എത്രത്തോളം പ്രൗഡാണ് ജയശ്രീയുടെ ഇപ്പോഴത്തെ അച്ചീവ്മെന്റ്സ്? എനിക്കറിയാം, പഠിപ്പ് ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പം ഒരു മ്യൂസിക് ആൽബം ഡയറക്റ്റ് ചെയ്തു, പിന്നെ മൂവി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പം ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ സിനിമ അല്ലേ, ഒരു സ്റ്റിഗ്മയാണ്. ഈ സിനിമയിൽ പോവുക, ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആക്ടിങ് മാത്രം അല്ലാണ്ട് അതിൽ വേറെയും എക്സ്പെരിമെന്റ്സ്, അതായത് മീൻസ് ഇപ്പം ഡയറക്ഷൻ, മീൻസ് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ക്യാമറയുടെ ബാക്കിലും നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിനിമയോടുള്ള ഒരു ഇഷ്ടം അതിങ്ങനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും ഇനീഷ്യലി ഇതിനൊക്കെ ഉള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ചാൻസസ് എന്തായിരുന്നു? അതെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തില് ഞാൻ പേപ്പറിൽ വന്നിട്ട് കട്ടിങ്സ് ഒക്കെ വരില്ല, നമ്മളിങ്ങനെ കാസ്റ്റിംഗ് കോളൊക്കെ വരുമ്പോൾ കാസ്റ്റിംഗ് കോളിന് പകരം പേപ്പറിൽ വന്നോണ്ട് ആ സമയത്ത് ഞാൻ വിളിക്കാറൊക്കെ ഉണ്ട്. അമ്മേനെ നോക്കണ ആളൊക്കെ. അപ്പൊ അമ്മയായിരുന്നു ഇനീഷ്യൽ മാനേജർ? ഇനീഷ്യൽ മാനേജർ പിന്നെ അതൊക്കെ നോക്കാറുള്ളു. പേപ്പർ കൂടുതൽ വായിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കണക്ട് ചെയ്തതൊക്കെ അമ്മ കൂടി നോക്കിയിട്ടാണ്. പറയൂ, പറഞ്ഞില്ലേ ഞാൻ സ്ലോ ആയിട്ട് പേപ്പറിൽ നോക്കി വിളിക്കും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഓരോ. അപ്പൊ അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? ഫസ്റ്റ് ഇങ്ങനെ ഇപ്പൊ നമ്മൾ പറയില്ല മോളെ ഒന്ന് കാണണം, സിനിമ സ്ക്രീനിൽ കാണണം, അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു വിഷ്വലിൽ നിന്നാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം ഒന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റും? ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളത് കൊണ്ട് നമുക്കപ്പോൾ തോന്നി ഇങ്ങനെ ഒരു അയച്ചു നോക്കാം എന്നുള്ള ഇതില് പേപ്പറിൽ കണ്ടിട്ട് നോക്കിയിട്ട് അയച്ചതാണ്. അപ്പോൾ എല്ലാവരും നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു.
ഈ ഫസ്റ്റ് കോൾ ഓർമ്മയില്ലേ? ഫസ്റ്റ് അയച്ച് നമുക്ക് റിപ്ലൈ വരുന്നതും പിന്നെ നമ്മുടെ ഒരു പ്രോസസ് ഇല്ലേ, നമ്മൾ അവിടെ പോകുന്നതും കാണുന്നതും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ഇതൊരു പുതിയ കാര്യമാണല്ലോ. അപ്പൊ നമുക്കൊരു ചെറിയ പേടിയുണ്ടല്ലോ, സിനിമയാണ്, നമുക്ക് അത് വലിയ പരിചയമില്ലാത്തതാണ്. പരിചയക്കാരെങ്കിലും ഉണ്ടായിരുന്നോ സിനിമയിൽ? അല്ലെങ്കിൽ ആരുമില്ല. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. ടെൻഷനൊക്കെ എല്ലാ അമ്മമാരുടെ പോലെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ നല്ല ചെറുപ്പത്തിലേ തൊട്ട് പക്വതയുള്ളതുകൊണ്ട് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പക്വതയുള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് നമുക്ക് പേടിയുണ്ടായിരുന്നില്ല. ഒരു പേടിയുണ്ടായിരുന്നില്ല. അപ്പൊ ആരായിരുന്നു ഈ ഷൂട്ട്സിനും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന കൂടെ? ഞങ്ങൾ രണ്ടുപേരും പോവാറുണ്ട് ആദ്യമൊക്കെ, പിന്നെ അച്ഛൻ പോവാറുണ്ട്. പിന്നെ ഇപ്പൊ വലുതായപ്പോ പിന്നെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയില്ല. അച്ഛനാണ് വരാറുള്ളത്. അച്ഛനാണ് സിനിമ എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നത് കൂടുതൽ താല്പര്യം. പിന്നെ അമ്മ ഇങ്ങനെ ഇതൊക്കെ നോക്കി കണക്ട് ചെയ്തു, അങ്ങനെയൊക്കെ പോയി. പിന്നെ ഷൂട്ടിന് കൂടുതൽ അച്ഛൻ വരും. പിന്നെ ഞങ്ങൾ ഒരു സിനിമയിൽ എന്റെ അനിയനും കൂടെ ഒക്കെ അഭിനയിച്ചപ്പോൾ ഞങ്ങൾ 4 പേരും ലൊക്കേഷനിലായിരുന്നു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞ സിനിമയില് അങ്ങനെ അമ്മ ഒരു 3-4 ലൊക്കേഷനിലൊക്കെ അമ്മ ഉണ്ടായിരുന്നു. ഈ ഇനീഷ്യലി ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതായത് ഫസ്റ്റ് സിനിമ, ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും നമ്മൾ ഭയങ്കര അൺനോൺ ആയിട്ടുള്ള ഒരു ടെറൈനിലേക്കാണ് ചെല്ലുന്നത് സിനിമ എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരിടത്തൊരു പുഴയുണ്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് ചെയ്തത്. അത് പിന്നെ അധികം ദൂരമൊന്നും പോയില്ല, നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു ഷൂട്ടൊക്കെ. ബാലഭവനിൽ നിന്നാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ അവിടെ പോയി. പിന്നെ നമ്മളുടെ ആൾക്കാർ തന്നെയാണല്ലോ, തൃശ്ശൂർക്കാർ തന്നെ ആയതുകൊണ്ട് അതിന്റെ ഒരു ഇതും തോന്നിയില്ല. അമ്മ ഫസ്റ്റ് വന്ന ലൊക്കേഷൻ ഒരിടത്തൊരു പോയിട്ടുണ്ട്. അതിന് മുമ്പ് ചക്കരമുത്തും അതുപോലെ പോത്തമാവയിലൊക്കെ. പോത്തമാവ ഫസ്റ്റ് പോയപ്പോ അച്ഛനും കൂടെ അങ്ങനെ പോവാ ചെയ്തത്. അത് കഴിഞ്ഞ് ചക്കരമുത്തും ചെയ്തു. അതിലും അച്ഛനെ വന്നത് അത് മണ്ണാർക്കാട് ആ ഭാഗത്ത്, മണ്ണാർക്കാടല്ല ആ ഭാഗം. അപ്പോഴും അമ്മ വന്നില്ല. ഫസ്റ്റ് അമ്മ വന്നത് ഒരിടത്തൊരു പെണ്ണുങ്ങനെ സിനിമയ്ക്കാണ്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തന്നെ കുരിയച്ചെറിയായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് എന്റെ വീടിന്റെ അടുത്ത് ആറാട്ടുപുഴയായിരുന്നു കുറച്ച് ലൊക്കേഷൻ. അപ്പൊ നമുക്ക് പുതുമയൊന്നും തോന്നിയില്ല, നമ്മുടെ നാട്ടിൽ തന്നെ. പിന്നെ പേടിയൊന്നുമില്ല. ഞാൻ കുറച്ച് ബാക്കിൽ നിൽക്കുന്ന വെച്ചാലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും, മുന്നിൽ നിന്ന് ചെയ്യുന്നില്ല. അങ്ങോട്ട് പുറത്തേക്ക് വന്നില്ലേ മൊത്തം ഫുൾ സപ്പോർട്ട് പണ്ടോട്ടെ അങ്ങനെ ആയിരുന്നു എല്ലാത്തിനും. അടിപൊളി അടിപൊളി. ഓക്കെ. ഇപ്പൊ പിന്നെ കൂടെയുള്ളത് മീൻസ് ഇനിയുള്ള സിബ്ലിംഗ് ആയിട്ടുള്ളത് അനിയനാണ്. അപ്പൊ അനിയനപ്പൊ ഈ സിനിമ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അത് അനിയൻ മീൻസ് പഠനം അങ്ങനെ പോവാണോ ചെയ്തത്? യൂഷ്വലി സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമ ചെയ്തത് ഒരു എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തത്. പിന്നെ കുഞ്ഞനന്ദന്റെ കട എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 പേരും ചെയ്തത്. പിന്നെ ഇപ്പൊ കുറച്ച് കോളേജിലായപ്പോ ഒരു ആഡൊക്കെ ചെയ്തു. പിന്നെ സിനിമയിലേക്ക് വന്നില്ല എന്ന് മാത്രം. ഇപ്പൊ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് ഇപ്പൊ നിൽക്കണു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഓക്കെ. പിന്നെ ജയശ്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ, ജയശ്രീ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലാസ്റ്റ് നമ്മളുടെ ഇടിയൻ ചന്തു ആണ് റിലീസായപ്പോൾ. അപ്പോൾ മുതൽ എല്ലാവരും പറയുന്നതാണ് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് പഠിച്ചാൽ പ്രസിഡന്റ് ആവുന്ന കൂട്ടത്തിലാണെന്നാണ് പറയുന്നത്. 10 മിനിറ്റ് അല്ല, എക്സാമിന്റെ ഒരു 2 മാസം ലാസ്റ്റ് ആ ടൈമിൽ അത് എല്ലാത്തിലും പങ്കെടുക്കും. അതായത് പക്ഷേ 2 മാസം മതി. ആ ലാസ്റ്റ് എക്സാമിന്റെ ടൈമിലാണ് കൂടുതൽ പഠിക്കാറ്. ബാക്കിയൊക്കെ എല്ലാം എൻജോയ് ചെയ്യാറുണ്ട്. കോളേജിന്റെയും വീട്ടിലെ ഫാമിലിയായി എല്ലാവരുമായിട്ടും എല്ലാത്തിലും മിങ്കിളായിട്ട് ചെയ്യും. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇരുത്തി ഇങ്ങനെ എന്റെ വണ്ടി തള്ളാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മാത്രല്ല, ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ ഈ ഗ്രോയിങ് അപ്പ് ഇവരുടെ ഒരു ബെസ്റ്റ് മെമ്മറീസ് ഉണ്ടാവുമല്ലോ, ഇവരുടെ കുരുത്തക്കേടുകള്, അല്ലെങ്കിൽ ഇവര് ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ ഭയങ്കര നമ്മൾ ചിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ ഇവരുടെ? കുരുത്തക്കേടുകളൊന്നുമില്ല, പക്ഷെ ഫസ്റ്റ് ഡാൻസ് പഠിച്ച കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. കുരുത്തക്കേടുകളൊന്നും വലിയ കാര്യമായിട്ട് ഒപ്പിച്ചിട്ടില്ല പറഞ്ഞ ചെറിയ വലിയ കുറുമ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന കുട്ടിയായിരുന്നു ശരിക്കും വയ്യ. ഇപ്പൊ അങ്ങനെയല്ല, ടൈപ്പ് മാറി. അല്ല, ഇപ്പൊ അവനവന്റേതായ കാര്യങ്ങൾ ചെയ്ത പണ്ട് ഭയങ്കര നല്ല പക്വതയായിട്ട് ചെയ്തുകൊണ്ട് ഒന്നും അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. കാര്യങ്ങളൊന്നും സ്വയം ചെയ്യാം. ഇല്ല, ഇപ്പം സ്വയം ചെയ്തു തുടങ്ങിയല്ലോ. പിന്നെ വലുതായി എന്റെ എറണാകുളത്ത് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്, അതായത് ഇപ്പൊ ഈ ട്രാവലിങ്ങും കാര്യങ്ങളും എല്ലാം കൂടിയാണ്. മീൻസ് ലൈക്ക് അല്ലെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ഡോട്ടേഴ്സ്, നമ്മളെപ്പോഴും ഡോട്ടേഴ്സിന് പറയാം, ഡോട്ടേഴ്സ് വിൽ ബി ഓൾവേസ് ഡാഡിന്റെ അടുത്തായിരിക്കും ക്ലോസ് ടു. വെൻ ഇറ്റ് കംസ് ടു സൺ, നമ്മൾ അമ്മയുടെ അടുത്തായിരിക്കും ക്ലോസ് ടു. അപ്പൊ അങ്ങനെയായിരുന്നു? അതോ ഭയങ്കര 2 പേരോടും ഒരേപോലെ ആയിരുന്നു? എങ്ങനെയായിരുന്നു ഒരു
നിങ്ങളുടെ ഒരു വീട്ടില് ഇവൾക്ക് ശരിക്കും അച്ഛനോട് തന്നെയാണ്. അതെ അച്ഛനോട് തന്നെയാണ് കൂടുതൽ. അത് സമ്മതിക്കണം, വേറെ നിവൃത്തിയില്ല. ഇല്ല. അപ്പൊ അനിയനോ? അനിയൻ അങ്ങനെ രണ്ടുപേരും എന്നോട് പെരുമാറുന്നത് ഒരുപോലെ, പക്ഷെ അച്ഛനോടാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ. എന്താ വെച്ചാൽ ഇപ്പൊ പക്ഷെ പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോഴാണ് കൂടുതൽ കണക്ട് ആയത്. മീൻ കുറച്ച് പ്രായം ഒരു എന്താ പറയാ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്യാനൊക്കെ തുടങ്ങി. മുമ്പ് സംസാരിക്കില്ല എന്നല്ല, പക്ഷെ ഇപ്പൊ ഒരു മാറ്റം ഒരു ബോണ്ടിങ് കുറച്ചും കൂടി കൂടി എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടു. മീൻ പലർക്കും ചെറുപ്പത്തിൽ അമ്മമാർ അങ്ങനെ ഒരു ഇത്, പക്ഷെ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇപ്പോഴാണ് കൂടുതൽ കണക്ട് ആയിട്ടുള്ളത്. എല്ലാത്തിനും സപ്പോർട്ടായിട്ടും പറയാനും സംസാരിക്കാനും എന്റെ പെർസ്പെക്ടീവ്സ് ഒക്കെ സംസാരിക്കാനും ഒക്കെ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ്. എന്താണ് ഇപ്പം മനസ്സിലേക്ക് നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ചസ് വരുമ്പോഴൊക്കെ ഇപ്പം അമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? അമ്മ എപ്പോഴും എല്ലാത്തിനും സപ്പോർട്ട്. ഇപ്പൊ വണ്ടി ഓടിക്കണ, ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, വണ്ടി ഓടിക്കണ കേസ് പറയുമ്പോ അച്ഛനാണ് വണ്ടി ഓടിക്കാന്നുള്ള ആഗ്രഹം കൂടുതലുള്ളത്. ഒക്കെ പക്ഷെ ചെറിയ പേടിയുണ്ട് വണ്ടി വിടാം. പക്ഷെ അമ്മ പറയും പോയി ചെയ്തോളോ എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. ഇപ്പൊ കുറച്ചും കൂടി അമ്മ കുറച്ചുകൂടി ആക്റ്റീവായി. അമ്മയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അമ്മ ഇപ്പോഴാണ് കുറച്ചുകൂടി ആക്റ്റീവായത്. പണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു, പിന്നെ ഒരു ഗ്യാപ്പ് അങ്ങനത്തെ ഒരു ഇപ്പൊ തിരുവാതിരക്കളി ടീമൊക്കെ ഉണ്ട്, ഒരു 4 വർഷമൊക്കെ ആയിട്ട് തിരുവാതിരക്കളി ഡാൻസിലാണ്. അമ്മയുടെ ഡാൻസിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പണ്ട് കുറെ തിരുവാതിരക്കളി കളിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയാ പിന്നെ സ്റ്റിച്ചിങ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ കുറച്ചുകൂടി ആക്റ്റീവാണ് അമ്മ. അമ്മയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങി അമ്മയുടെ ഒരു സപ്പോർട്ടിന്റെ കാര്യമാണ് സപ്പോർട്ട്. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി ഞാനേ കണ്ടന്റിന്ന് മറിപ്പോയി. ഇപ്പൊ കൂടുതൽ സപ്പോർട്ട് മീൻ എന്താ വെച്ചാൽ എല്ലാത്തിനും കുറച്ചുകൂടി കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സപ്പോർട്ടിങ് കൂടുതലാണ് ഇപ്പൊ. ഓക്കെ. ഇപ്പൊ ഈ ജയശ്രീയുടെ ഒരു കരിയർ പാത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് ഇനിഷ്യലി ആസ് ചൈൽഡ് ആർട്ടിസ്റ്റ്, അതായത് അഭിനയം ഇങ്ങനെ ഭയങ്കര നമ്മൾ പഠിച്ചൊന്നല്ലല്ലോ അപ്പൊ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഓക്കെ പോകുന്നു, നമ്മളൊരു സംഭവം ചെയ്യുന്നു, വരുന്നു, സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്യുന്നു. അപ്പം പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാറിയല്ലേ. ഇപ്പം ഇതൊരു പ്രൊഫഷനാണ്, ഇതിന് പല ലെയർസും ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് പറ്റില്ല എന്നുള്ളത് 100% ഷുവറാണ്. സ്പെഷ്യലി ഇപ്പോൾ വിമന്നാൽ അങ്ങനെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, പക്ഷെ എന്നാലും ഉണ്ട് അല്ലേ. അപ്പം വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, സ്പെഷ്യലി ഞാൻ അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ കുഴപ്പം അയ്യോ ഇത് സിനിമയല്ലേ, ഒരു 100 പേര് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാനുണ്ടാവും അല്ലേ അമ്മ? ഒരു 10 പേര് എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇവർക്കുള്ള ഒരു ആൻസർ എന്തായിരുന്നു? ഇല്ല, എനിക്ക് പക്ഷെ പേടി ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നു വെച്ചാലും എനിക്കറിയാം നമ്മളെ മക്കൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരെങ്ങനെ വരും എന്നുള്ളത്. നമുക്ക് നല്ല കോൺഫിഡൻസ് അല്ല ആക്ച്വലി ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് പണ്ടും ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛനമ്മയുടെ അടുത്തായാലും പറഞ്ഞിട്ടുണ്ടാവും സിനിമയുടെ കാര്യം. പക്ഷെ ഇവര് അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ബോധമായിട്ടില്ല. കാരണം നമ്മൾ നമ്മുടെ വഴിക്ക് പോവാന്നുള്ള രീതിയിലും പണ്ടും ഇപ്പോഴും ആണെങ്കിലും ഇപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയത്. ഇങ്ങനെ ഒരു ഓളത്തില് പിന്നെ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഡാൻസിന്റെ ഇതില് അങ്ങനെ പോയി അങ്ങനെ കണക്ട് ആയി ഇങ്ങനെ എത്തി. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി സിനിമ വേണം എന്നുള്ളൊരു ആഗ്രഹം അതൊക്കെ നമുക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ വന്നപ്പോ അപ്പോൾ ഞാൻ എല്ലാ ഡിസ്കസ് ചെയ്യും. എനിക്ക് തോന്നല് എന്റെ തോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പൊ എന്താ ചെയ്യും. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും എന്റെ അനിയന്റെ കാര്യത്തിലാണെങ്കിലും പഠിക്കണ കാര്യത്തിനാണെങ്കിലും സിനിമയുടെ കാര്യത്തിനാണെങ്കിലും ഇവർ രണ്ടുപേരും എന്താണ് വേണ്ടത് അത് നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. ചോയ്സ് അത് ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ അത് ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പൊ ഇവിടെ പറയുന്നു. എനിക്ക് അങ്ങനെ ഒരു ചോയ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ +10 കഴിഞ്ഞു, +1 +2 ഏത് പഠിക്കണം, എന്റെ അടുത്താണെങ്കിലും അവന്റെ അടുത്താണെങ്കിലും അവരൊന്നും കമ്പൽ ചെയ്തിട്ടില്ല. പഠിക്കണം നന്നായി പഠിക്കണം, അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളാണ് എടുക്കണത്. നമുക്ക് കോമേഴ്സ് മതി, അനിയൻ സയൻസ് എടുത്തു. ഏത് റൂട്ട് എടുക്കണം എന്നൊന്നും ഇങ്ങനെ കമ്പൽ ചെയ്യോ അല്ലെങ്കിൽ അതിൽ കൂടെ പോകണം എന്നൊന്നും പറയല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു ചോയ്സ് തന്നിട്ടുണ്ട് രണ്ടുപേരും. അങ്ങനെ ഒരു +2 എനിക്ക് തോന്നുന്ന ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. സിനിമ അത് എന്ന് പറഞ്ഞാലും ഫുൾ മാർക്ക് വാങ്ങിയില്ലേ എന്ന് ആരോടെങ്കിലും ഒക്കെ പറയേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല, പറയാറില്ല. അതെ, അല്ല ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ. ഞാൻ ആരോടും പറയാറില്ല സത്യത്തില്. പക്ഷെ അവൾക്ക് ഫസ്റ്റ് ഇയർ ഫുൾ മാർക്ക് വാങ്ങിച്ചപ്പോ സെക്കൻഡ് ഇയർ കിട്ടും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോ ഞാനന്ന് എന്താ പറയാ പറഞ്ഞു, ഇന്നത് കിട്ടും എന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞു. കിട്ടിയാൽ ഇന്നത് തരാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് അമ്മയാണ് പറഞ്ഞത്. +1 കിട്ടി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ കിട്ടാതായപ്പോ കിട്ടുകയാണെങ്കിൽ വണ്ടി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടി, വാങ്ങിച്ചവരും ചെയ്തു രണ്ടുപേരും കൂടി.
പ്രഷർ വാങ്ങി കൊടുത്തു. അടിപൊളി. അപ്പൊ അപ്പൊ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരിക്കുമല്ലോ. 18 ആവാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട്. 18 ആവുന്നു, ആ വെക്കേഷൻ മീൻ ഇപ്പൊ ഈ പറഞ്ഞ +2 കഴിഞ്ഞിട്ട് വെക്കേഷന് നേരെ പോയി എടുക്കുന്നു, വണ്ടി എടുക്കുന്നു. മെയിൽ ആ സമയത്ത് തന്നെ വണ്ടി എടുത്തു, റിസൾട്ട് വന്നു, വണ്ടി എടുത്തു. അപ്പൊ തൊട്ടേ വണ്ടി ഓടിക്കാനുള്ള ഒരു കേസ്. ചെറുപ്പം തൊട്ടേ വണ്ടി ഓടിക്കല് അച്ഛൻ ഭയങ്കര എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈക്ക് ഓടിക്കാനും അച്ഛനൊക്കെ ഇരുന്ന് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി എടുക്കാന്നുള്ളത് വലിയത്. അപ്പൊ വണ്ടി വാങ്ങിച്ചു തരാന്ന് കേട്ടതും ഒരു ബൂസ്റ്റായി. പക്ഷെ അതല്ലെങ്കിലും അങ്ങനെ വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്ലസ് മാർക്ക് അങ്ങനെ വാങ്ങണം, മീൻ ശ്രമിക്കണം എന്നൊക്കെ. അപ്പൊ അതൊരു ആഡ് ഓൺ ആയിരുന്നു. അത് അമ്മയുടെ ഓഫർ ആയിരുന്നു. അതെ. ഓക്കെ. അപ്പൊ അമ്മ ഇപ്പം ഞാൻ പറയുന്നത് അമ്മ ഒരു ഹിഡൻ ഒരു ഓണ്ടർപ്രണർ ആണെന്ന് പറയും. ഇപ്പം രണ്ടുപേരും കമ്പൈൻ ചെയ്ത് ഇപ്പം സ്റ്റിച്ചിങ്, ഐ തിങ്ക് ഋത്വ എന്നല്ലേ, ഋത്വ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചിങ് സാരി, പിന്നെ അതുപോലെ ബാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പൊ. ഓക്കെ. അപ്പൊ ഋത്വ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന്റെ ഒരു ഹാപ്പി ന്യൂസ് കൂടെ ഉണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നത് ഒരു ഇനീഷ്യലി ഒരു ഹോട്ടൽ അല്ലെ, ഹോട്ടലിയർ ആയിരുന്നു അച്ഛൻ. അപ്പൊ ഹോട്ടൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു ബോൾഡ്നെസ് എനിക്ക് തോന്നുന്ന ജയശ്രീക്ക് വരുന്നതും അമ്മയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. മീൻ ഇത് കേട്ട് ആ ഒരു ലൈൻ ഓഫ് കേട്ടോ ശരിയാണ്. അമ്മ ആക്ച്വലി അച്ഛന്റെ കൂടെ തന്നെ ഫസ്റ്റ് ഇപ്പൊ ബേക്കറി ഉണ്ടായിരുന്നു നമുക്ക്. അന്നും അമ്മ അച്ഛൻ്റെ കൂടെ സഹായിച്ചിട്ടുണ്ട്, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടയിൽ ബാങ്ക് വർക്ക് ചെയ്തിരുന്നു. പിന്നെ എല്ലാം കൂടി തിരക്കായപ്പോ നിർത്തിയതാ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഇതൊക്കെ ആണെങ്കിൽ എല്ലാം കൂടി ചെയ്യുമ്പോ നമുക്ക് പുറത്തേക്ക് അങ്ങനെ കാണില്ല എന്താ ചെയ്യണേന്നുള്ളത്. നമുക്ക് അത്ര സ്പെസിഫിക്കലി കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കുറച്ച് മീൻ ഒതുങ്ങി കിടന്നത് പുറത്തേക്ക് വന്നു തുടങ്ങിയപ്പോ ഇപ്പൊ സ്റ്റിച്ചിങ് മീൻ കുട്ടി ഉടുപ്പൊക്കെ തയ്ക്കും. അമ്മ എനിക്കായിട്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോ കുർത്തീസ് ഒക്കെ തയ്ച്ചു തന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു സാരി കളക്ഷൻ ആയിട്ട് ഓൺലൈൻ സ്റ്റോർ തുടങ്ങാൻ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് തോന്നി. ഇപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ് അമ്മക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം. മോഡല് എന്തായാലും ഉണ്ട്. അതെ, ജസ്റ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഇട്ടാ മതി. അപ്പൊ അങ്ങനെ പേജ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അടിപൊളിയായി വരട്ടെ. ആൻഡ് ഓൾസോ അതിനുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ ഫുൾ ഓൺ. അപ്പൊ അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ആൻഡ് ഈ ഗ്രോയിങ് അപ്പ് ഇവരുടെ എന്തെങ്കിലും കുട്ടി കള്ളത്തരങ്ങളൊക്കെ ഇടയ്ക്ക് അമ്മ പിടിച്ചു പോയിട്ടുണ്ടോ? ചെറിയ എന്തോ ഉണ്ട്. കള്ളത്തരങ്ങൾ പറഞ്ഞപ്പോ നീ ചെയ്യാറില്ല ഇന്നലെ പറഞ്ഞത്, ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞത് ഓർമ്മ വന്നതാ. എന്താണ് ഇന്നാളെ ഇന്റർവ്യൂല് അല്ല, കയ്യോടെ പിടിക്കില്ല. കടയിൽ എന്താ പറയാ, ബസ്സിന് പൈസ എടുക്കുമ്പോ ക്യാഷ്, ഹോട്ടലാണല്ലോ ഞങ്ങൾക്ക്, അപ്പൊ അവിടെ നിന്ന് ക്യാഷ് എടുത്തു പോകും. അപ്പൊ പറഞ്ഞ പൈസയേക്കാൾ കുറച്ച് കൂടുതൽ എടുക്കും. ഇത്ര അത് ഞാൻ നല്ലൊരു ഇന്റർവ്യൂ പറഞ്ഞു. അപ്പൊ അല്ല, അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എപ്പോഴും എന്തോ ഡിസ്കഷനിൽ സംസാരത്തിൽ പറഞ്ഞു വെച്ചായിരുന്നു. ഒരു എന്താ പറയാ, നമുക്കൊരു താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് ഈ വീഡിയോയില് നമ്മൾ കണ്ടായിരുന്നു അത് ഞാനും കേട്ടായിരുന്നു. എനിക്കും ഇങ്ങനെ ചെറിയൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് അവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇതേപോലെ നമ്മൾ പെട്ടെന്ന് കളക്ട് വളരെ പെട്ടെന്ന് കളക്ട്. അത് മാത്രമല്ല, നമ്മള് എപ്പോഴും ഇപ്പം ഹോട്ടലിൽ നിന്നാണ് നമ്മളിപ്പോ ഫ്രണ്ട്സിന് അവിടെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെല്ലെ റാപ്പ് ചെയ്ത് ഒരെണ്ണം എടുത്തിടും, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കും അല്ലേ. അത് പിന്നെ അച്ഛനായിട്ട് തന്നെ തരാറുണ്ട്. ഇപ്പൊ എങ്ങനെയാലും നമുക്ക് പോകുമ്പോ വേണോന്ന് ചോദിച്ചിട്ട് ഇപ്പൊ കുറെ ഉഴുന്നോട, കട്ട്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണോന്ന് ചോദിച്ചിട്ട് അച്ഛനായിട്ട് തന്നെ തരും. പൈസയായിട്ടാണ് നമ്മള്. അത് അമ്മ ഇപ്പോഴാണ് അപ്പൊ ആ ഇന്റർവ്യൂ കേട്ടപ്പോഴാണ് കണക്ട് ആയത്. അവള് ഒരിക്കൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ല ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ശരി. അനിയനോ? ഇല്ല, അവൻ എടുക്കില്ല. അവൻ അങ്ങനെ ഇത് ആയിരുന്നല്ലോ അത് വിചാരിച്ചത്. അതല്ല, അനിയൻ എടുക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ. അതിപ്പോ അനിയനെ വിളിച്ചു ചോദിച്ചാൽ അറിയാം. ഓഹോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാനൊന്നും ചെയ്തില്ല, പക്ഷെ മിസ്സായി എന്നൊക്കെ. അത് ശരി. ഓൾറൈറ്റ് ഓൾറൈറ്റ്. ഇനി ഈ കമ്മിങ് ടു ഈ ഒരു കരിയർ, ഇപ്പം അത് എനിക്ക് തോന്നുന്നു 12th ഫുൾ. അപ്പം ഡെഫിനറ്റ് ആയിട്ട് ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മീൻസ് ലൈക്ക് മെഡിസിൻ ഇതായിരിക്കുമല്ലോ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതും നമ്മൾ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരുന്നു ജയശ്രീയുടെ ഒരു ചോയ്സും എന്തായിരുന്നു ഫ്യൂച്ചറിലേക്കുള്ള? എന്താന്ന് എനിക്കറിയില്ല. ഡോക്ടർ എഞ്ചിനീയറും വേണ്ട ഒരു തീരുമാനം മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചേട്ടന്മാരൊക്കെ കൂടുതൽ കസിൻ ബ്രദേഴ്സ് കൊമേഴ്സ് എടുത്തിട്ടുള്ളത്.
പിന്നെ CA എന്നുള്ളത് എന്തുകൊണ്ടോ ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു മൈൻഡിൽ എവിടെയോ കയറിയതാണ്. പിന്നെ എന്താ വെച്ചാൽ പല സ്ഥലത്ത് വർക്കിംഗ് അല്ലേ, മീൻ ഒരു ഓഫീസ് അല്ലാണ്ട് പല പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ, മീൻ പല ഇത് ഒക്കെ അങ്ങനത്തെ വർക്ക് ആണല്ലോ എന്നൊക്കെ തോന്നിയിട്ട് എങ്ങനെയാണ് ഞാൻ കൊമേഴ്സ് എന്നുള്ള മൈൻഡിലേക്ക് എത്തിയത്. പിന്നെ ലാബും പരിപാടികളൊന്നും വേണ്ടല്ലോ എന്നുള്ള. കെമിസ്ട്രി എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ നമുക്ക് സിനിമ പരിപാടികളൊക്കെ ലാബ് ക്ലാസ് എപ്പോഴും സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോ എന്തെങ്കിലും സിനിമ വന്നു കഴിഞ്ഞാൽ അപ്പോ ലാബും കാര്യങ്ങളും ക്ലാസ് അതൊക്കെ കട്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ, മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. സംഭവം കുഴപ്പമില്ല, ചേട്ടന്മാരുണ്ട് പഠിപ്പിച്ചു തരാം, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ്. അപ്പോ അങ്ങനെയൊക്കെ എങ്ങനെയാണ് കൊമേഴ്സിലേക്ക് എത്തിയത്. പിന്നെ അത് CA മൈൻഡിൽ അങ്ങനെ കയറി ഉണ്ടായിരുന്നു. അപ്പോഴും അത്ര ഉറപ്പുണ്ടായില്ല. പിന്നെ ഈ റീസെന്റ് 3 ഇയേഴ്സ് മുമ്പ്, ഒരു 4 ഇയേഴ്സ് മുമ്പാണ് കൺഫേം ആയത്. ഞാൻ CMA കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതും അപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് പോലെ എടുത്തു വെച്ചതാ. CA ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് ടൈം എടുക്കും. അപ്പൊ ഒരെണ്ണം നമുക്ക് എന്തായാലും ഉണ്ട്, അപ്പൊ നമുക്ക് ആദ്യം ഒരെണ്ണം വേറെ ഒന്ന് സെറ്റ് ആക്കി വെക്കാം എന്നുള്ള രീതിയിൽ CMA കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മനസ്സിലായി കംപ്ലീറ്റ് ആയിട്ടില്ല, മീൻ മൈൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആയിരുന്നില്ല, CA കൂടി ചെയ്യണം എന്ന് തോന്നിയിട്ട് ഇപ്പൊ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് മീൻ അതാണ് ഇതിന്റെ CA പഠിപ്പിന്റെ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഇനി ഇത് സൈഡ് ബൈ സൈഡ് നമുക്ക് ആക്ടിങ് ബാക്കി കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നു? ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ ഉടനെയാണ് ആക്ഷൻ ഹീറോ ബിജുവില് അതെ +2ന്റെ വെക്കേഷൻ മീൻ റിസൾട്ട് വരാൻ നിൽക്കുന്ന സമയത്താണ് ആക്ഷൻ ഹീറോ ബിജു അഭിനയിച്ചത്. അപ്പൊ അതൊരു എല്ലാവർക്കും ഒരു ഭയങ്കര റിലേഷൻ, ഇത് ആ കുട്ടിയാണ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തല്ലേ പെട്ടെന്ന്. അപ്പൊ ഏത് മൊമെന്റിലാണ് വീട്ടിൽ സംസാരിച്ച് ഇപ്പൊ ഇവരെല്ലാരും കൺവിൻസ് ചെയ്യണമല്ലോ, എല്ലാരും ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് സിനിമയും ബൈലാറ്റർ എനിക്ക് ചെയ്യണം, സൈഡ് ബൈ സൈഡ് ചെയ്യണം എന്ന് അങ്ങനെ ഒരു കൺവിൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വീട്ടിലുണ്ടായിട്ടില്ല. അതങ്ങനെ ഒരു ഓൺ ദി ഫ്ലോ പോവായിരുന്നു അല്ലെ. പിന്നെ അങ്ങനെ ഒരു സംസാരിച്ച സിനിമ വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്കായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താണ്ടിരുന്നത്. അത് പിന്നെ ഒരു ഫ്ലോയിൽ ഇപ്പം നമുക്ക് ക്യാരക്ടർ, ഞാൻ ആക്ച്വലി എനിക്ക് വന്നിട്ടുള്ള സിനിമകളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ കണക്റ്റഡ് ആയി വന്ന് ഞാനായിട്ട് ട്രൈ ചെയ്യല് ചെറുപ്പത്തിൽ ഇവര് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഞാനൊരു ഇൻപുട്ട് ഇട്ട് അങ്ങനെ ഒരു ഇത് നോക്കിയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഒരു കണക്ഷൻ മീൻ നമുക്കുള്ള ബന്ധങ്ങൾ വെച്ച് ഇപ്പൊ ഫസ്റ്റ് സിനിമ ചെയ്തു, അതിൽ നിന്ന് കണക്ഷനിൽ കമൽ സാറിന്റെ മീൻ ലൊക്കേഷനിലേക്ക് അങ്ങനെ മിന്നാമിനിക്കൂട്ടം ചെയ്തു, അങ്ങനെ അങ്ങനെയൊക്കെ എത്തിയതാ. പക്ഷെ നമ്മള് പ്ലാൻ ചെയ്ത് നമ്മൾ ഇപ്പോഴാണ് ഞാൻ അതിലേക്ക് മീൻ ട്രൈ ചെയ്ത് തുടങ്ങിയത്. കാസ്റ്റിംഗുകളൊക്കെ ഇപ്പോൾ ഒരു 1 year ആയിട്ട് ആണ് കാസ്റ്റിംഗ് കോൾസ് ഒക്കെ അയച്ച് ട്രൈ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്നൊക്കെ ഒരു ഫ്ലോയിൽ പോകുന്നു. അപ്പൊ സിനിമ വരുമ്പോ നമ്മൾ സംസാരിക്കുന്നു, അത് വേണോ വേണ്ടോ എന്നുള്ള ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്. ഡിസ്കസ് ചെയ്യും. പിന്നെ അച്ഛനെ പണ്ട് അച്ഛനുള്ള നമ്പറിലേക്ക് കോൾ വന്നിരുന്നു. ഇപ്പൊ എനിക്ക് വരുമ്പോഴാണെങ്കിലും ഞാൻ വീട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ള ഡിസ്കസ് ചെയ്യും, സംസാരിക്കും. അപ്പോ ബാക്കി ടീം എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയിട്ടുള്ള ഒരു അതിന്റെ യെസ് ഓർ നോ എന്നുള്ള ഒരു സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് സിനിമ വേണോ വേണ്ടോ എന്നുള്ളത് ഞാൻ പേഴ്സണലി ഉള്ള എന്റെ ഒരു തോട്ട് പ്രോസസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതപ്പോ തീരുമാനമായപ്പോ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മീൻ സിനിമ ചെയ്യാം എന്നുള്ളത് തന്നെ തോന്നണേ. കൂട്ടത്തിൽ പഠിത്തം അത് പോയിരുന്നു. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷൂട്ടിന് പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം. മീൻ 10 വരെ ഉള്ളതാണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, +1 +2 ആണെങ്കിലും ഗ്യാപ്പ് വന്നാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഗ്യാപ്പിൽ പഠിച്ച് അങ്ങനെ പോയിരുന്നു. അതായിരുന്നു ടീച്ചേഴ്സിനും പറയാറുള്ളത്, പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ലീവ് തരാൻ ഓക്കെ ആണെന്ന് എന്നുള്ളതായിരുന്നു 10 വരെയൊക്കെ തന്നിട്ടുള്ളത് ലീവിന്റെ കാര്യം. അങ്ങനെ പറ്റി മീൻ അത് ചെയ്യാൻ പറ്റി, അത് അവർക്ക്